നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന ദക്ഷിണേന്ത്യയുടെ കുംഭമേള, തിരുനാവായ മഹാമാഘ മഹോത്സവം നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. വലിയ സന്നാഹങ്ങളാണ് സംഘാടകർ ഇതിനുവേണ്ടി ഒരുക്കിയത്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് മഹാമാഘ മഹാസമ്മേളനം നടക്കുക. കുംഭമേളയുടെ ഭാഗമായി ഭാരതപ്പുഴയിൽ മണൽ നീക്കി ഒരു താൽക്കാലിക പാലം നിർമ്മിക്കാൻ സംഘാടകർ തുടങ്ങിയിരുന്നു. എന്നാൽ വലിയ അട്ടിമറി ഇപ്പോൾ നടക്കുന്നു. ഇപ്പോഴിതാ ഈ പാലത്തിന്റെ നിർമ്മാണം റവന്യൂ അധികൃതർ തടഞ്ഞു. പുഴ കയ്യേറി പാലം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്നാണ് അധികൃതരുടെ നിലപാട്. JCB പുഴയിലേക്ക് ഇറക്കി നിരപ്പാക്കിയത് കേരള നദീതീര സംരക്ഷണ നിയമത്തിന്റെ ലംഘനമാണ് എന്ന് റവന്യൂ വകുപ്പ് പറയുന്നു. തിരുനാവായ വില്ലേജ് ഓഫീസറാണ് ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ഈ വരുന്ന 19-ാം തീയതി ഗവർണർ വിശ്വനാഥ് അർലേക്കറാണ് കുംഭമേള ഉദ്ഘാടനം ചെയ്യാനിരുന്നത്. ഭാരതപ്പുഴയിൽ മണൽ നീക്കി താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുന്നു. പുഴയുടെ മധ്യഭാഗത്തുള്ള മണൽപ്പരപ്പിലേക്ക് പോകാനാണ് താൽക്കാലിക പാലം സൃഷ്ടിക്കുന്നത്. ഈ മണൽപ്പരപ്പിലാണ് കുംഭമേളയുടെ പൂജകളും മറ്റും നടക്കേണ്ടത്. 3 ദിവസം മുൻപ് സ്റ്റോപ്പ് മെമ്മോ നൽകിക്കഴിഞ്ഞു. ചൊവ്വാഴ്ച വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിരുന്നു. എന്നാൽ റവന്യൂ അധികൃതർക്കൊപ്പം പോലീസുമെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു. പാലം നിർമ്മാണത്തിന് അനുമതി തേടിയിരുന്നുവെന്ന് മാഘമഹ ഉത്സവ സംഘാടക സമിതി പറയുന്നു. നവംബർ 14 തന്നെ തങ്ങൾ കളക്ടർക്ക് അപേക്ഷ നൽകിയിരുന്നു. കളക്ടറുടെ ഭാഗത്തു നിന്ന് മറുപടി കിട്ടാത്ത സാഹചര്യത്തിലാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. സർവോദയമേളയുടെ ഭാഗമായി മുൻപ് എല്ലാ വർഷവും സമാന രീതിയിൽ താൽക്കാലിക പാല നിർമ്മാണം നടത്തിയിരുന്നുവെന്നാണ് സംഘാടകർ പറയുന്നത്. എന്തുവന്നാലും കുംഭമേള നടത്താനാണ് തീരുമാനമെന്ന് മുഖ്യ സംഘാടകൻ സ്വാമി ആനന്ദവനം പറയുന്നു. ആര് തടഞ്ഞാലും കുംഭമേള നടത്തുമെന്ന് മുഖ്യ സംഘാടകനായ ജൂന അഖാഡയുടെ മണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഉറപ്പിച്ചു പറയുന്നു. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അനേക സന്യാസിമാർ തിരുനാവായിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കളക്ടർ, ദേവസ്വം മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ എന്നിവർ രക്ഷാധികാരികളാണ്. ജൂന അഖാഡയുടെയും മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ മഹാകുംഭമേള നടത്തുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തിരുനാവായിൽ നടന്നിരുന്ന മാഘമഹ മഹോത്സവം തിരികെ കൊണ്ടുവരികയാണ് സംഘാടകരുടെ ലക്ഷ്യം. പരിപാടി തടസ്സപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് മുഖ്യ സംഘാടകനായ ജൂന അഖാഡയുടെ മണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം പറയുന്നത്. എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഉജ്ജയിൻ കുംഭമേളയ്ക്കൊപ്പം കേരളത്തിലും കുംഭമേള നടത്താനുള്ള പദ്ധതി തയ്യാറാക്കിയത് നവംബർ ആദ്യ ആഴ്ച. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രം സമക്ഷം ഭാരതപ്പുഴയിൽ ആദ്യ സംഗമം നടക്കുമെന്ന് അന്ന് പ്രഖ്യാപനവുമുണ്ടായി. 250 വർഷം മുൻപ് നടന്ന മാഘസംഗമത്തിന്റെ തുടർച്ചയാകും കേരളത്തിലെ കുംഭമേള. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടക സംഗമമായ കുംഭമേളയ്ക്ക് ഇതോടെ കേരളവും വേദിയാകും. ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക്, പ്രയാഗ്രാജ് എന്നീ 4 പ്രധാന കുംഭമേളകൾക്ക് സമാനമായി മലപ്പുറം തിരുനാവായ തീർത്ഥാടക സംഗമ ഭൂമിയാകും. തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രത്തിന് മുന്നിലാണ് സംഘാടക സമിതിയുടെ ഓഫീസ്. മഹാകുംഭമേളകളുടെ സംഘാടകരും ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്യാസ പരമ്പരകളിലുമൊന്നാണ് ജൂന അഖാഡ. കേരളത്തിൽ നടത്താനിരിക്കുന്ന കുംഭമേളയുടെ പിന്നണിയിലും നടത്തിപ്പുകാരായി മുന്നിൽ നിൽക്കുന്നത് ജൂന അഖാഡ. കേരളത്തിൽ കുംഭമേളയൊരുക്കാൻ ദേവസ്വം ബോർഡുകളുടെയും സർക്കാരിൻ്റെയും സഹായം തേടുമെന്ന് ജൂന അഖാഡ അന്നു തന്നെ പറഞ്ഞിരുന്നു. കുംഭമേളയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വിലയിരുത്താൻ അന്ന് സ്വാമി ആനന്ദവനം തിരുനാവായ ക്ഷേത്രത്തിൽ സന്ദർശനവും നടത്തിയിരുന്നു. രാജ്യത്തെ പ്രധാന സന്യാസ പരമ്പരകൾ കേരളത്തിൽ നടക്കുന്ന കുംഭമേളയിലും പങ്കെടുക്കുമെന്ന് അന്ന് ജൂന അഖാഡ പറഞ്ഞിരുന്നു. തിരുനാവായ കുംഭമേള എന്നത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നാവമുകുന്ദ ക്ഷേത്രത്തിന് സമീപം നടക്കുന്ന ഒരു വലിയ ഹൈന്ദവ തീർത്ഥാടക സംഗമമാണ്. 250 വർഷത്തിലധികം പഴക്കമുള്ള മാഘസംഗമത്തിന്റെ തുടർച്ചയായി ഇത് കരുതപ്പെടുന്നു. ഇതിന് പിന്നിൽ പുരാണത്തിലെ പാലാഴി മഥനവുമായി ബന്ധപ്പെട്ട് അമൃത് വീണ സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വിശ്വാസങ്ങളുമുണ്ട്. കുംഭമേളയുടെ അടിസ്ഥാനം പാലാഴി മഥനമാണ്. ഭഗവാൻ വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡൻ അമൃതകുംഭവുമായി പറക്കുമ്പോൾ അമൃത് വീണ സ്ഥലങ്ങളാണ് ഹരിദ്വാർ, പ്രയാഗ്, ഉജ്ജയിൻ, നാസിക് എന്നിവ. തിരുനാവായയും അത്തരത്തിൽ അമൃത് വീണ സ്ഥലമായി പുരാണങ്ങളിൽ പറയുന്നു.
കേരളത്തിൽ അറിയപ്പെടുന്ന ചരിത്രകാലത്തിന് തുടക്കം മുതൽ 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ബൃഹത്തായ നദീതീര ഉത്സവമായിരുന്നു മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരൂരിന് 7 കിലോമീറ്റർ തെക്കുമാറി തിരുനാവായ എന്ന സ്ഥലത്തായിരുന്നു മാമാങ്കം അരങ്ങേറിയിരുന്നത്. മാഘമാസത്തിലെ മകം നാളിലെ ഉത്സവമാണ് മാമാങ്കം. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലും മാമാങ്കം നടക്കാറുണ്ട്. അവയെല്ലാം സ്ഥലപ്പേര് കൂട്ടിയാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു മാസക്കാലം ഏകദേശം 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം. ഭാരതത്തിലെ മറ്റു പ്രദേശങ്ങളിൽപ്പെട്ടവരൊക്കെ മാമാങ്കത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഇതിനോടനുബന്ധിച്ച് വ്യാപാരമേളകൾ, കായിക പ്രകടനങ്ങൾ, കാർഷിക മേളകൾ, സാഹിത്യ, സംഗീത, കരകൗശല വിദ്യകളുടെ പ്രകടനങ്ങൾ എന്നിവയൊക്കെ അരങ്ങേറി. സ്വന്തം കഴിവുകളും മികവുകളും പ്രകടിപ്പിക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകി. മാമാങ്കത്തിന്റെ രക്ഷാധികാരിയാവുക ആഭിജാത്യം നൽകിയിരുന്നൊരു പദവി. അതിനായി വള്ളുവക്കോനാതിരിയും സാമൂതിരിയും തമ്മിൽ നടന്ന വഴക്കും യുദ്ധങ്ങളുമൊക്കെ ചരിത്രപ്രസിദ്ധം. ഇതുമൂലം മാമാങ്കത്തിന് വലിയ രാഷ്ട്രീയ പ്രസക്തിയും കൈവന്നു. കാലാന്തരങ്ങളിൽ മാമാങ്കവേദികളിൽ ചാവേറുകളായി പോരാടാനെത്തിയിരുന്ന വള്ളുവനാടൻ സേനാനികളുടെ പോരാട്ടം മാമാങ്കത്തിലെ പ്രധാന ഇനമായി മാറി. മാമാങ്കത്തിന്റെ ജന്മത്തെക്കുറിച്ച് വിവിധ കാഴ്ചപ്പാടുകളുണ്ട്. പെരുമാൾ ഭരണവുമായി ബന്ധപ്പെടുത്തിയ ഒരു വിശ്വാസം. കേരളം ഭരിച്ചിരുന്ന പെരുമാൾമാരുടെ ഭരണകാലാവധി 12 വർഷം. 12 വർഷത്തിന് ശേഷം തിരുനാവായ മണൽപ്പുറത്ത് നാട്ടുകൂട്ടങ്ങൾ സമ്മേളിച്ച് പുതിയ പെരുമാളിനെ തിരഞ്ഞെടുക്കും. ദിവസങ്ങൾ നീണ്ടു നിന്നിരിക്കാവുന്ന ഈ തെരഞ്ഞെടുപ്പ് മഹാമഹത്തിന്റെ പര്യവസാനത്തിലാണ് മാമാങ്കാഘോഷങ്ങൾ വികസിക്കുന്നത്. ഈ ചേരമാൻ പെരുമാൾ 12 വർഷം ഭരിക്കുകയും അതിനുശേഷം ഇവരെ കഴുത്തുവെട്ടി കൊന്നുകളയുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന അത്താഴം കെങ്കേമമായി ആഘോഷിക്കപ്പെടും. അത് കഴിഞ്ഞ് വലിയ യാത്രയയപ്പ്. പ്രത്യേകം ഉയർത്തിക്കെട്ടിയ പീഠത്തിൽ പെരുമാൾ സ്വന്തം കഴുത്തു മുറിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നും ചരിത്രം പറഞ്ഞിരുന്നു. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ ശവശരീരം ദഹിപ്പിക്കുന്നു. ഒരുപാട് ആഘോഷവും പൊലിമയും. മാമാങ്കത്തിന് കേരളത്തിലെ ഇതര പ്രദേശങ്ങളിൽ നിന്നും ആളുകളെത്തി. പ്രത്യേകിച്ച് തമിഴ്നാടൻ പ്രദേശങ്ങളിൽ നിന്ന്, പുറം രാജ്യങ്ങളിൽ നിന്ന് പോലും കപ്പലുകളിലും വലിയ കെട്ടുവള്ളങ്ങളിലും ആളുകളെത്തി. ഇതുവഴി പൊന്നാനി തുറമുഖം വഴി കച്ചവട സംഘങ്ങളും കലാകാരന്മാരും കേരളത്തിലേക്ക് ഒഴുകി. വെള്ളാട്ടിരിയും സാമൂതിരിയുമായുള്ള അധികാര മത്സരത്തിന് പല്ലവ, ചാലൂക്യ കിടമത്സരങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്. ഇത്തരമൊരു കഥയും മാമാങ്കത്തിന് പിന്നിലുണ്ട്. മാമാങ്കം ഒരു നദീ ഉത്സവമായി കേരളം കൊണ്ടാടി. പിന്നീട് കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തിലെ അടഞ്ഞ അധ്യായമായി മാമാങ്കം മാറി. കേരളത്തിലെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉത്സവമായിരുന്നു മാമാങ്കമെന്ന് ചരിത്രകാരന്മാർ. മാഘമക മഹോത്സവം, മഹാമക മഹോത്സവം എന്നീ പേരുകളിലൊക്കെ ഭാരതപ്പുഴയുടെ ഉത്സവം അറിയപ്പെട്ടു. 27 ദിവസം സാധാരണമായും 28ാമത്തെ ദിവസം മകം നക്ഷത്രത്തിൽ മഹോത്സവമായും ആഘോഷിച്ചു. മാഘമാസത്തിൽ മകം വരെയുള്ള 28 ദിവസവും ഭാരതപ്പുഴയിൽ ഗംഗ തുടങ്ങിയ പുണ്യനദികളുടെ പ്രവാഹമുണ്ടാകുമെന്നും ഈ ദിവസങ്ങളിൽ നിളയിൽ സ്നാനം ചെയ്താൽ സപ്തനദികളിൽ സ്നാനം ചെയ്ത ഫലം ലഭിക്കുമെന്നുമാണ് പരമ്പരാഗത വിശ്വാസം. ഭാരതപ്പുഴയുടെ ഉത്സവം തുടങ്ങിയ കാലഘട്ടങ്ങളെക്കുറിച്ച് രചനകളൊന്നുമില്ല. ഭാരതപ്പുഴയുടെ ഉത്സവത്തിന്റെ അടിവേര് തേടിയിറങ്ങിയാൽ ചെന്നെത്തുക വാമൊഴി ചരിത്രത്തിലും സംഘകാല രചനകളിലും. AD 1810 അന്നത്തെ കോഴിക്കോട് സാമൂതിരി രാജാവ് മാമാങ്ക മഹോത്സവത്തെക്കുറിച്ച് ബ്രിട്ടീഷ് ചക്രവർത്തി വങ്കിച്ചൻ സാഹിബിന് നൽകിയ എഴുത്തിൽ പറയുന്ന വിവരങ്ങളാണ് പിന്നീട് വലിയ ചരിത്ര രേഖയായി മാറിയത്. മാഘമാസത്തിൽ ഗംഗ തുടങ്ങിയ പുണ്യനദികളുടെ പ്രവാഹം ഉണ്ടാകുമെന്ന പരമ്പരാഗത വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്നതാണ് സാമൂതിരിയുടെ കൈപ്പീത്ത്. AD 1766 ഭാരതപ്പുഴയുടെ ഉത്സവം ഒടുവിൽ നടത്തിയത്. മലപ്പുറം ജില്ലയിലാണ് കുംഭമേളയ്ക്ക് സമാനമായ ഭാരതപ്പുഴയുടെ ഉത്സവം. ഇവിടെയാണ് തിരുനാവായ ത്രിമൂർത്തി സ്നാനഘട്ട്. ഈ പൈതൃകോത്സവം പുനഃസ്ഥാപിക്കാൻ പിന്നീട് ഒരു ശ്രമവും കേരളത്തിൽ നടന്നിട്ടില്ല. അതിന് വ്യക്തമായ ഒരു കാരണവുമുണ്ട്. ഭാരതപ്പുഴയുടെ ഉത്സവം പുനരാരംഭിച്ചാൽ മലപ്പുറം ജില്ലയിലേക്ക് സന്യാസിമാരുടെ വലിയ പ്രവാഹമുണ്ടാകും. ചുരുക്കത്തിൽ ചരിത്രപ്രസിദ്ധമായ മാമാങ്കത്തെ കേരളം പൂർണ്ണമായി അവഗണിച്ചു. അതിന് കണ്ടെത്തിയ വഴി മാമാങ്കം ഒരു യുദ്ധോത്സവമായിരുന്നുവെന്ന കഥ എഴുത്താണ്. മാമാങ്കം ഒരു യുദ്ധോത്സവമായിരുന്നു, വാണിജ്യോത്സവമായിരുന്നു എന്ന് വരുത്തി തീർക്കുന്ന ചരിത്രരേഖകളാണ് പിന്നീട് നമ്മൾ കണ്ടത്. വള്ളുവനാട്ടിൽ നിന്നും ചാവേറുകൾ വന്ന് മൃതിയടയുന്ന കഥകൾ നിരന്നു. ഈ ദിവസങ്ങളിൽ വലിയ വ്യാപാരം നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വ്യാപാരോത്സവമാക്കി മാറ്റി.
ഭാരതപ്പുഴയിൽ നടന്ന യഥാർത്ഥ ഉത്സവത്തിൻ്റെ ചരിത്രം മറച്ചുവെക്കുകയായിരുന്നുവെന്ന് ഒരു വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നു. ചരിത്ര സത്യങ്ങളെ എക്കാലവും മൂടിവെക്കാൻ കഴിയില്ല എന്നാണ് കുംഭമേളയെ അനുകൂലിക്കുന്നവർ പറയുന്നത്. 1766 ബ്രിട്ടീഷ് ഭരണത്തോടെ നിലച്ചുപോയ ഭാരതപ്പുഴയുടെ ഉത്സവം 2016 പുനരാരംഭിക്കാൻ തീരുമാനമെടുത്തു. ഇത് കേരളത്തിൻ്റെ ഏക നദീ ഉത്സവമാണ്. കുംഭമേളയുടെ പ്രസക്തി നിറഞ്ഞ ഈ പൈതൃകോത്സവത്തിന്റെ പിന്നാമ്പുറ ചരിത്രങ്ങൾ പൂർണ്ണമായും ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടത്. കേരളത്തിന്റെ അഭിവൃദ്ധിക്കായി ഒരു യാഗം നടത്തണമെന്ന് പരശുരാമൻ ബ്രഹ്മാവിനോട് അഭ്യർത്ഥിച്ചു. പശ്ചിമഘട്ട മലനിരകളിൽപ്പെട്ട ആനമുടിയിൽ യാഗം നടത്താനായിരുന്നു തീരുമാനം. യാഗത്തിൽ യജമാന പത്നിയായി സരസ്വതി ദേവിയെ തീരുമാനിച്ചു. യാഗം തുടങ്ങേണ്ട മുഹൂർത്തത്തിൽ സരസ്വതി ദേവി എത്തിയില്ല. തുടർന്ന് അവിടെയുണ്ടായിരുന്ന ഗായത്രി ദേവിയെ യജമാന പത്നിയാക്കി യാഗം തുടങ്ങി. ഈ സമയത്ത് സരസ്വതി ദേവി യാഗഭൂമിയിലെത്തി. താൻ ഇരിക്കേണ്ട സ്ഥാനത്ത് സരസ്വതി ദേവി ഗായത്രി ദേവിയെ കണ്ടു. താൻ അപമാനിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടായതിനെ തുടർന്ന് ഗായത്രി ദേവി ഒരു നദിയായി തീരട്ടെ എന്ന് ശപിച്ചു. ഗായത്രി ദേവി ആകട്ടെ സരസ്വതി ദേവി ഒരു നദിയായി തീരട്ടെ എന്ന് ശപിച്ചു. ഇതോടെ യാഗം മുടങ്ങി. ശാപത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ദേവന്മാർ ദേവിമാരോട് അപേക്ഷിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗായത്രി സരസ്വതി ദേവിമാരുടെ ഓരോ അംശങ്ങൾ നദിയായി ഒഴുകാനും ശചി തുടങ്ങിയ ദേവഭക്തിമാർ പോക്ഷക നദികളായി ഒഴുകാനും തുടങ്ങി. സരസ്വതി ഗായത്രി ദേവിമാരുടെ അംശങ്ങൾ യാഗഭൂമിയിൽ നിന്നും നദിയായി ഒഴുകി. ഭാരതപ്പുഴയുടെ വൃഷ്ടിപ്രദേശം തമിഴ്നാട്ടിലെ ആനമുടിയിൽ നിന്നാണ്. ആനമുടിയിൽ മുടങ്ങിയ ഈ യാഗം ഗോവർദ്ധനപുരത്ത് നടത്താൻ പിന്നീട് തീരുമാനം. ഇവിടുത്തെ പൊന്നാനി താലൂക്കിന്റെ കിഴക്ക് ഭാഗം പഴയകാലത്തെ ഗോവർദ്ധനപുരമാണ്. മാഘമാസത്തിൽ ഗംഗ തുടങ്ങിയ പുണ്യനദികളുടെ പ്രവാഹമുണ്ടാകുന്ന ഭാരതത്തിലെ ഏക നദി ആയതുകൊണ്ടാണ് കേരളത്തിൽ ഒഴുകുന്ന ഈ പുഴയ്ക്ക് ഭാരതത്തിന്റെ പേര് വന്നത്. ഭാരതപ്പുഴയുടെ തെക്കേക്കരയിൽ ചതുർമുഖ ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും ക്ഷേത്രങ്ങളും വടക്കേക്കരയിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രവുമാണ്. ഈ ക്ഷേത്രങ്ങളുടെ സ്ഥാനം ഒരു രേഖയായി വരച്ചാൽ ഗണിതശാസ്ത്ര പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താം. ഈ ക്ഷേത്രങ്ങളുടെ സ്ഥാനം ത്രികോൺ ഭാവത്തിലാണ്. മധ്യ സരസ്വതി ഗായത്രി ദേവതമാരുടെ അംശങ്ങളായ ഭാരതപ്പുഴയും ഗംഗ തുടങ്ങിയ പുണ്യനദികളുടെ സാന്നിധ്യവും പരാശക്തികളുടെ ശക്തമായ കേന്ദ്രമായി കണക്കാക്കുന്നു. പരശുരാമന്റെ കാലത്തു തന്നെ മാഘമാസകാലത്ത് ത്രിമൂർത്തി സ്നാനഘട്ടിൽ സ്നാനം ചെയ്യാനും ഭാരതപ്പുഴയെ പൂജിക്കാനും ജനങ്ങൾ സ്വയമേവ വന്നുകൊണ്ടിരുന്നു. ഇതാണ് പിന്നീട് മാമാങ്കമെന്നറിയപ്പെട്ടിരുന്നത് എന്ന് കുംഭമേളയെ അനുകൂലിക്കുന്നവർ പറയുന്നു. BC 113 വരെ ഭാരതപ്പുഴയുടെ ഉത്സവത്തിന് ഒരു നടത്തിപ്പിന്റെ സ്വഭാവമുണ്ടായിരുന്നില്ല. പ്രാദേശിക ഭരണകൂടത്തിന്റെ അധികാരിയായി വാൾത്തമ്പിമാരെ തെരഞ്ഞെടുക്കാൻ തുടങ്ങിയത് BC 113. അവനൂരിലെ വെള്ള ഗ്രഹക്കാരായ നമ്പൂതിരി കുടുംബമാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇന്ന് ഭാരതപ്പുഴയോട് ചേർന്നുള്ള വാൽപ്പറമ്പ് എന്ന മണൽക്കുന്നിൽ വെച്ചായിരുന്നു വാൾ നമ്പിമാരെ തെരഞ്ഞെടുത്തത്. കാലാന്തരത്തിൽ ഭാരതപ്പുഴയുടെ ഉത്സവം സാമൂതിരി പിടിച്ചടക്കുന്നു. സാമൂതിരി ഗോവർദ്ധനപുരത്ത് ഗോവിലകം പണിത് അവിടെ വാസം തുടങ്ങി. പൊന്നാനി തൃക്കാവിൽ കോവിലകമാണത്. വള്ളുവക്കോനാതിരിയെ അരിഞ്ഞു വീഴ്ത്തി ഭാരതപ്പുഴയുടെ ഉത്സവം നടത്താനുള്ള അധികാരം പിടിച്ചടക്കിയ സാമൂതിരിയുടെ നടപടി വള്ളുവനാട്ടുകാർക്ക് അഭിമാനക്ഷതമുണ്ടാക്കി. തങ്ങളുടെ രാജാവിനെ വധിച്ചവരോട് പകയുണ്ടാവുക സ്വാഭാവികം. രേഖകൾ പ്രകാരം കോഴിക്കോട് സാമൂതിരി 55 മാമാങ്കങ്ങൾ നടത്തി. മാമാങ്കത്തിന് തിരുനാവായയിലേക്ക് വരുന്ന സാമൂതിരിയെ വധിച്ച് ഭാരതപ്പുഴയുടെ ഉത്സവം നടത്താനുള്ള അധികാരം വള്ളുവക്കോനാതിരിക്ക് തിരികെ നേടിക്കൊടുക്കുന്നതിന് ചാവേർ പോരാളികൾ വരാൻ തുടങ്ങി. സാമൂതിരിയുടെ അകമ്പടിക്കാരായ വയ്യാട്ട് 30,000-ന്റെയും നെന്മിനി ചാത്തിരരുടെയും വാൾത്തലകളിൽ ചാവേറുകൾ എരിഞ്ഞൊടുങ്ങി. പിന്നീട് 12 വയസ്സുള്ള ചന്തുണ്ണി എന്ന ചാവേർ നിലപാട് തറയിൽ ചാടിക്കയറി സാമൂതിരിയെ വെട്ടിയത് മാമാങ്ക ചരിത്രത്തിലെ പ്രധാന സംഭവം. ചന്തുണ്ണിയുടെ വാളിന് മുന്നിൽ പെട്ടെന്ന് സാമൂതിരി തലകുനിച്ചതുകൊണ്ട് വധിക്കപ്പെട്ടില്ല. സാമൂതിരി കൊല്ലപ്പെട്ടിരുന്നു എങ്കിൽ ഭാരതപ്പുഴ ഉത്സവത്തിന്റെ ചരിത്രം പിന്നെയും മാറി എഴുതേണ്ടി വന്നേനെ. ഒടുവിൽ ഈ പൈതൃകോത്സവം AD 1766 നിലച്ചു. നഷ്ടപ്പെട്ട പൈതൃകം തിരികെ എത്തിക്കുന്നത് ഓരോ സംസ്കാരത്തിനും നാടിനും അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയുടെ കുംഭമേള കേരളത്തിൽ വെച്ച് നടത്തണം എന്ന വാശി സംഘാടകർക്കുണ്ട്. അത് ഹൈന്ദവ വിശ്വാസികളെ കൂടുതൽ ആവേശത്തിലാഴ്ത്തുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.